തന്റെ പേരെന്താ? അനുരാധ. എവിടെ താമസം? കസ്തൂർബ അനാഥാലയ ഹോസ്റ്റലില. പ്രസവത്തോടെ അമ്മ പോയി. എന്നെ അനാഥാലയത്തിലാക്കിയിട്ട് അച്ഛനും എങ്ങോട്ടോ പോയി. ഓ സോറി. എതുവരെ പഠിച്ചിട്ടുണ്ട്? MBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങളോ? ചേട്ടൻ GK കൺസ്ട്രക്ഷന്റെ MD. താങ്ക്സ് സർ. ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ്. രാവിലെ ഓഫീസിൽ 10 o'clock എത്തണം. 1000 രൂപയുടെ കാര്യം മറക്കണ്ട. തീർച്ചയായും കൊണ്ടുവരാം സർ. ഇത്ര വലിയ ആളായിട്ടാണോ 1000 രൂപ തിരിച്ചു ചോദിക്കുന്നത്? പിശുക്കനാ തോന്നുന്നു. ഇത്ര സമ്പാദ്യമുള്ള ആൾ ക്യാഷ് തിരിച്ചു ചോദിച്ചാലോ എന്നല്ലേ ആലോചിക്കുന്നത്? ഞാൻ സമ്പാദിക്കുന്ന ഓരോ രൂപയും എൻ്റെ അധ്വാന, അതെൻ്റെ വേർപ്പാണ്. അപ്പോൾ നാളെ രാവിലെ ഓഫീസിൽ കാണാം. ഓക്കെ? ഹലോ മാഡം, ഇത് ബാത്റൂം, അത് ബോസ് റൂം. How are you? അത്ര നല്ല സുഖത്തിലല്ല. എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതെന്റെ ജോലിയല്ല. ഓ, ആക്സിഡന്റ് വേണമായിരിക്കും. പെട്ടെന്ന് ചെല്ല്. ചേട്ടൻ രാവിലെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെല്ല്. ഹായ് അനുരാധ, കം കം. Hello, sir. ഇത് ചാർലി, എൻ്റെ ലീഗൽ അഡ്വൈസർ. ഹലോ. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. അനുരാധ. ഇത് സർ, ഞാൻ വാങ്ങിയ രൂപ. ഓ, കൊണ്ടുവന്നോ? ഹോസ്പിറ്റൽ ബില്ല് എത്രയായി? 600. ഓക്കെ, 600. എൻ്റെ അളിയനെ ട്രീറ്റ് ചെയ്തല്ലേ? ഓക്കെ. വരട്ടെ സർ. ഏയ് 1 minute. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞാൻ വല്ലാതെ ഇംപ്രസ്ഡ് ആയതാ. രാത്രി മുഴുവൻ തന്നെ കുറിച്ചായിരുന്നു ആലോചന. പുറമേ വലിയ ജെന്റിൽമാനാന്ന ഭാവം. ഇയാളും കണക്ക് തന്നെ. ഈ കവർ പൊട്ടിച്ച് വായിച്ചിട്ട് എന്റെ പ്രപ്പോസലിന് യെസ് ഓർ നോ പറ. ഞാൻ ഹോസ്റ്റലിൽ പോയി വായിച്ചോളാം. നോ 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 നോ, എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. റിപ്ലൈ ഇപ്പൊ തന്നെ വേണം. ടൈം വേസ്റ്റോ? ഇയാൾക്കെന്താ ഇത്ര ഈഗോ? എന്റെ ഈഗോ കാരണമായിരിക്കാം ഇതുവരെ ഞാൻ ആരോട് ഇതുപോലെ തുറന്ന് ചോദിക്കാതിരുന്നത്. ഫസ്റ്റ് ടൈം തന്നോടാ ചോദിക്കുന്നത്. ഇത്രയ്ക്ക് തൊലിക്കട്ടിയോ? അപ്പൊ യെസ്. ഞാൻ സാറിന്റെ സെക്രട്ടറിയോ? അത് അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. ഐ കാന്റ് ബിലീവ് ദിസ്. 50,000 രൂപ സാലറി, കമ്പനി ഫ്ലാറ്റ്, ഓഫീസ് കാർ, 24 hours ജോബ്. ഇത് മൊബൈൽ ഫോൺ. ബില്ല് കമ്പനി അടയ്ക്കും എന്ന് കരുതി 24 hours പേഴ്സണൽ കോൾസ് ചെയ്യരുത്. ചേട്ടാ, ഈ ബിൽഡിങ്ങിന് ഇപ്പൊ തന്നെ എന്റെ അത്രയും ഗ്ലാമർ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകുമ്പോ ചേട്ടനേക്കാളും ഗ്ലാമർ ആയിരിക്കും. ചാർലി, ഞാൻ വീട്ടിലേക്ക് പോവാം. എന്തായാലും ഈ സമയത്ത് ഇവിടെ ബോസിനെ ഒന്ന് കാണണം. ചേട്ടനെ ഇപ്പൊ കാണാൻ പറ്റുമോ തോന്നുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ കണ്ടിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ.
സുനിൽ വാ. സർ, ഡാ മാറടാ. ഓ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. SRK തന്നെ വന്ന് കണ്ടിരുന്നു. അവന്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ വഞ്ചിക്കണമെന്നും പറഞ്ഞു. തനിക്ക് പണം മാത്രമേ ഓഫർ ചെയ്തുള്ളൂ അതോ അതെ സർ, പക്ഷേ ഈ മാതിരി ചീപ്പ് ട്രിക്സ് ഒന്നും എന്നോട് വേണ്ട. അങ്ങനെയല്ലേ താനാ SRKയോട് പറഞ്ഞത്? ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ പറയുന്നേ? അതിലത്ര അത്ഭുതമൊന്നും വേണ്ട. അവന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. യു ആർ അമേസിംഗ് സർ. നീ ഇത്രയ്ക്ക് വിഡ്ഢിയായി പോലോ വെച്ചേ എന്നാ അതിന്റെ അർത്ഥം അല്ലേ ഏട്ടാ? അല്ല, എനിക്ക് തന്നെ വിശ്വാസമാണ് അനു. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആർക്കും അറിയാത്ത സീക്രട്ട് പാസ്വേഡ് പോലും തനിക്കാൻ തരില്ലല്ലോ. അതാണ് അതിനർത്ഥം. വേണ്ട, താങ്ക് യു സർ. താൻ ഒരിക്കലും തെറ്റിയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഐ എം ഷുവർ അനു. മൂർത്തി സാർ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. വിശ്വാസം മാത്രമല്ല, സ്നേഹവും ബഹുമാനവും ഉണ്ട്. നോ പ്രോബ്ലം, എനി ഡേ എനി ടൈം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഫോൺ ചെയ്താൽ മതി. ഓക്കെ? മേലിൽ മൂർത്തി സാർ ഫോൺ ചെയ്താൽ എനിക്ക് തരരുത്. സർ, ബിസിനസ്സിൽ സ്നേഹമൊക്കെ വാക്കുകളിലേ ആകാവൂ, മനസ്സിലുണ്ടാവരുത്. എന്തുപറ്റി? ചെറിയൊരു കോൾഡ്. പനിയുണ്ടല്ലോ. പ്രദീപ്, വേഗം നിന്റെ ഓഫീസിലേക്ക് വാ. സർജറിയോ? ഇത് അതിലും അർജന്റാടാ. ഹായ്. ഹായ്. എന്തു പറ്റിയടാ? എനിക്കല്ലടാ, എന്റെ സെക്രട്ടറിക്കാ. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാവും പനി പിടിച്ചത്. രാവിലെ മുതൽ ഒരേ തുമ്മല്, നല്ല ചൂടുണ്ട്. നീ ഒന്ന് ചെക്കപ്പ് ചെയ്യ്. 102 ഡിഗ്രി വൈറൽ ഫീവർ ആയിരിക്കണം. ഈ മെഡിസിൻസ് കഴിച്ച് റെസ്റ്റ് എടുത്താൽ മതി. ഓക്കെ? സുനിൽ, അനുവിനെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിട്ട് വാ. ശരി ഏട്ടാ, വാ. സർ, വേണ്ട, കുറച്ചുകൂടി വർക്ക് തീർക്കാനുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ അവനോ താനോ? അതല്ല, വർക്ക്. എനിക്ക് വർക്കല്ല ഇമ്പോർട്ടന്റ്, തന്റെ ഹെൽത്താ. ചെല. അങ്ങനെ ചേട്ടൻ ആർക്കും ലീവ് കൊടുക്കുന്ന ആളല്ല. കിട്ടിയത് മഹാഭാഗ്യം. വാ. താങ്ക് യു സർ. ഡാ, യു ആർ എ ഗ്രേറ്റ് മാൻ. സെക്രട്ടറിക്ക് ഒരു പനി വന്നാൽ ഇത്രയും കെയർ ചെയ്യുന്നത് എന്തിനാ? അവൾക്കൊരു ഹാഫ് ഡേ ലീവ് കൊടുത്താൽ അടുത്ത ദിവസം കൂടുതൽ ആക്റ്റീവ് ആവും. ലീവ് കൊടുത്തില്ലെങ്കിൽ അവളും ടയർഡാവും, വർക്കും കുഴപ്പത്തിലാവും. ആക്ച്വലി വൈറൽ ഫീവർ ആണെങ്കിൽ ബാക്കി സ്റ്റാഫിനോട് പറഞ്ഞാൽ ഓഫീസേ ക്ലോസ്. യു ആർ എ ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ. ഗ്രേറ്റ് ബിസിനസ് മാൻ. ഹലോ അനു, എങ്ങനെയുണ്ട്? സർ, കുറവുണ്ടോ? നല്ല കുറവുണ്ട് സർ. പൂർണ്ണമായിട്ട് മാറിയിട്ട് വന്നാൽ മതി. ഇവിടെ ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ? താങ്ക് യു സർ. നമ്മുടെ കൃഷ്ണ ചേച്ചിക്ക് വന്നില്ലേ, അതുപോലൊരാള് മോളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു വരും. അച്ഛനമ്മമാരിൽ നിന്നും കിട്ടാത്ത സ്നേഹം ആ ഭർത്താവിൽ നിന്നും മോൾക്ക് കിട്ടും. ഗുഡ് മോർണിംഗ് ഗുഡ് സർ. മോർണിംഗ്. എടോ അനു, ഒരു ദിവസം താൻ ഇവിടെ വരാതിരുന്നപ്പോഴാ മനസ്സിലായത് വർക്കിൽ താൻ എത്ര സിൻസിയർ ആണെന്ന്. അതെന്താ സർ? ഇന്നലെ ഞങ്ങളെ ആരും ഇവിടെ നിലത്ത് നിർത്തിയിട്ടില്ല നമ്മുടെ ബോസ്. വട്ടായി പോയനെ. അതെവിടെ, ഇതെവിടെ, അതെവിടെ, ഇതെവിടെ, അനു എവിടെ എന്ന് ചോദിക്കും. പിന്നെ അതെവിടെ, ഇതെവിടെ, അതെവിടെ, ഇതെവിടെ, അനു എവിടെ എന്ന് ചോദിക്കും. പിന്നെ അതെവിടെ, ഇതെവിടെ. അനു എവിടെയെന്ന് ചോദിക്കും അല്ലേ? തന്റെ മേൽ ബോസ് അത്ര ഡിപ്പെൻഡന്റ് ആയി പോയി. ഈ പോക്ക് പോയി ഇനി എന്റെ പോസ്റ്റ് കൂടെ തട്ടിയെടുത്ത് കളയോ? എന്ത് സെക്രട്ടറി പോസ്റ്റ് കളഞ്ഞിട്ട് ഡ്രൈവർ പോസ്റ്റോ? എടോ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. ഓഹോ. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ചേട്ടൻ അനുവില്ലാതായാൽ ഓഫീസിന്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. ചേട്ടൻ പുകഴ്ത്താന്ന് വെച്ചാൽ ഓസ്കാർ കിട്ടുന്ന പോലെ. ഗുഡ് മോർണിംഗ് സർ. ദിസ് ഇസ് വെരി ബാഡ് അനു. എന്തു പറ്റി സർ? ഒരു ദിവസം താനീ ഓഫീസിൽ വന്നില്ലെങ്കിൽ വർക്ക് നിന്നു പോകണമെന്നാണോ? ഓഫീസിന്റെ കൺട്രോൾ മുഴുവൻ തന്റെ കയ്യിലാ? അല്ല, സൈറ്റ് പ്ലാൻ ചോദിച്ചാൽ അനു മാഡത്തിന് അറിയാമെന്ന് പറയും. കൺസ്ട്രക്ഷൻ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ അതും അനുവിനെ അറിയാവൂന്ന് പറയും. ഒരു കാര്യം ചെയ്യും, സർക്കസിലെ പോലെ 1 മാൻ ഷോ കാണിക്ക്. ബാക്കിയുള്ളവരുടെ ശമ്പളം കൂടി തനിക്ക് വാങ്ങിക്കാമല്ലോ. എന്താ പറയാ, നെറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും അനു തന്നെ വേണം. മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിലും അനു തന്നെ വേണം. ഇനി മുതൽ ഈ ഓഫീസിൽ അവരവരുടെ നെറ്റ് അവരവർ ഓപ്പൺ ചെയ്തോണം. അവരവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്തോണം. തന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാലോ. എന്നെ ഫോളോ ചെയ്യുക, മറ്റുള്ളവരെ ഫോളോ ചെയ്യലല്ല. ഗോ ടു യുവർ വർക്ക്. ഐ എം സോറി സർ.
ഗോ. ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതും കുറ്റമായി. അനു, ഈ അക്കൗണ്ട് ടാലി ആവുന്നില്ല, ഒന്ന് നോക്കാമോ? പറ്റില്ല. ഇനി മുതല് അവരവര് തന്നെ നെറ്റ് ഓപ്പൺ ചെയ്തോണം, അവരവര് തന്നെ മൗസും പിടിച്ചോണം. എല്ലാരും ചേട്ടാ, അനു ആകെ ടെൻഷനിലാണല്ലോ. ചേട്ടൻ വല്ലതും പറഞ്ഞായിരുന്നു? അല്ലാതെ പിന്നെ അവളെ സിംഹാസനത്തിൽ പിടിച്ചെടുത്ത് ഡാൻസ് ചെയ്ത് കാണിക്കണമായിരുന്നോ? എന്റെ അമ്മച്ചി, ഇന്നലെയല്ലേ ചേട്ടൻ പറഞ്ഞു അനു ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന്. എന്നിട്ടിപ്പാ ആ വിവരം നമ്മൾ അറിഞ്ഞാൽ മതി. അവൾ അറിഞ്ഞാൽ തലേ കയറി നിറങ്ങാൻ തുടങ്ങും. ഇത്ര നാൾ നീ എന്നോട് നടന്നിട്ട് ബിസിനസിനെ കുറിച്ച് എന്തേലും പഠിച്ചോടാ? എന്റെ ചേട്ടായി, ചെറുപ്പത്തിൽ ഞാൻ അറിയാതെ ചേട്ടാന്ന് വിളിച്ചെങ്കിലും ഇപ്പൊ അറിഞ്ഞോണ്ട് വിളിക്ക. നീ തന്നെടാ എന്റെ വല്യേട്ടൻ.